സ്വയം പുതുക്കപ്പെടാനുള്ള ഒരു അപൂർവമായ അവസരമായിട്ടാണ് ഓരോ മണ്ഡലകാലത്തെയും ഞാൻ കാണുന്നത്. ഒരാളെയും നമുക്ക് ഇഷ്ടപ്പെടാൻ ഒക്കില്ല. അപ്പോൾ ആ ആത്മാവിന് ഒരു ശരീരമുണ്ടാവണം. ആ ശരീരമാണ് നമ്മൾ കൂടുതൽ ആത്മാവിലേക്ക് അടുപ്പിക്കുന്നത്. ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിനെ നിയന്ത്രിക്കാൻ എനിക്കെൻ്റെ ഹൃദയം കൊണ്ട് കഴിയണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും കഴിയണമെന്നൊന്നുമില്ല. നമ്മളെല്ലാവരും അതിലേക്കുള്ള യാത്രയിലാണ്, അല്ലെങ്കിൽ ആ ധ്യാന പദ്ധതിയെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അയ്യപ്പനെ കണ്ണപ്പ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അയ്യപ്പൻ അത്രയേറെ നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായി മാറും. നമുക്ക് എന്ത് വേണമെങ്കിലും അയ്യപ്പനെ അഭിസംബോധന ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്കെത്താം. ഒരുപക്ഷെ അന്ന് വളരെ ജൂനിയറായി 24 വർഷം മുമ്പ് പറഞ്ഞൊരു പാട്ട് വളരെ കത്തി നിൽക്കുന്ന, ഏറ്റവും നല്ല ഉത്തുംഗ നിലയിൽ ചിത്രവും വന്ദനവും ഒക്കെ പാടി നിൽക്കുന്ന ഒരു ഗായകനോടൊപ്പം ചേർന്ന് ഈ ഗിരീഷ് പുത്തഞ്ചേരിയും രമേശൻ നായർ സാറും അതുപോലെ കൈതപ്പുറം തിരുമേനിയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ തന്നെ പ്രൗഢമായ ഭക്തിഗാന ചരിത്രത്തിൽ അദ്ദേഹം എന്നെ കൂടെ കൂട്ടി. അങ്ങനെ കൂടെ കൂട്ടിയത് കൊണ്ടാണ് എനിക്ക് പ്രൗഢമായ ഒരു ഗാന പാരമ്പര്യമെന്നോ അല്ലെങ്കിൽ ഗാന ചരിത്രത്തിൽ എനിക്കൊരു ഒരു അടയാളപ്പെടൽ നടത്താനായി എന്നുള്ളതാണ്. അതിൽ മുഖ്യ ഒരു പങ്ക് വഹിച്ച ആളാണ് എം ജി ശ്രീകുമാർ.